വഖഫ് ബോർഡിന്റെ മറവിൽ മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വോട്ട് ബാങ്ക് തന്നെയാണ്. കാരണം വഖഫ് ഭേദഗതി ബില്ലിനെതിരായ പ്രമേയം നിർബന്ധിതമായി കോൺഗ്രസ് സർക്കാർ പാസാക്കുകയായിരുന്നു. ഇതിനെതിരെ ഇപ്പോൾ നിശിതമായി വിമർശിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നു. BJP MLA ആയ BY വിജയേന്ദ്രയാണ് സർക്കാരിന്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേന്ദ്ര സർക്കാർ വഖഫ് ബില്ലിൽ വരുത്തിയ ഭേദഗതിയെ ശക്തമായി എതിർക്കുന്ന ഒരു ബില്ല് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പാസാക്കി. ഉദ്ദേശം വ്യക്തമാണ്. വഖഫിൽ സുതാര്യത കൊണ്ടുവരാൻ പ്രധാനമന്ത്രി താൽപര്യപ്പെടുമ്പോൾ സിദ്ധരാമയ്യ സർക്കാർ ഭൂമി കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഭൂമി കയ്യേറ്റത്തിൽ പങ്കാളികളാണ് എന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. BJP അത്തരം അഴിമതികൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്ന് പറഞ്ഞു. ഈ ഭൂമി കയ്യേറ്റ അഴിമതിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ട്. കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് സർക്കാരിനെ BJP തുറന്നു കാട്ടുമെന്നും അദ്ദേഹം പറയുകയാണ്. പ്രതിപക്ഷ ബെഞ്ചിന്റെ പ്രതിഷേധത്തിനിടയിലും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദിഷ്ട നിയമനിർമ്മാണത്തിനെതിരെ കർണാടക സർക്കാർ ഒരു പ്രമേയം പാസാക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഭൂമി കയ്യേറ്റത്തിൽ പങ്കാളികളാണ് എന്ന് ആരോപിച്ച അദ്ദേഹം BJP അത്തരം അഴിമതികൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്ന് പറയുകയും ചെയ്തു. ഈ ഭൂമി കയ്യേറ്റം അഴിമതിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ട്. കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് സർക്കാരിനെ BJP തുറന്നു കാട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങൾക്ക് 4% സംവരണം നൽകാനുള്ള തീരുമാനത്തെ പ്രീണന രാഷ്ട്രീയമെന്ന് വിമർശിച്ച അദ്ദേഹം രണ്ട് വിഷയങ്ങൾക്കുമെതിരെ പാർട്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്നും പറഞ്ഞു. കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം കൊണ്ടുവരുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഹിന്ദു സമൂഹത്തിൽ മറ്റാരെയും അദ്ദേഹം കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ പ്രീണന രാഷ്ട്രീയം തുടരുന്നത്? പ്രീണന രാഷ്ട്രീയം കാരണം സംസ്ഥാനത്തെ ക്രമസമാധാനം അനുദിനം വഷളാവുകയാണ്. വഖഫ് ഭേദഗതി, മുസ്ലിങ്ങൾക്ക് 4% സംവരണം തുടങ്ങിയ വിഷയങ്ങളെ പ്രതിരോധിക്കാൻ BJP തെരുവിലിറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. മാർച്ച് 19 നേരത്തെ കർണാടക പ്രതിപക്ഷ നേതാവ് R. അശോക് പ്രമേയത്തിനെതിരെ ശക്തമായ എതിർപ്പ് തന്നെ പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. വോട്ടുകൾ നേരിടാൻ സംസ്ഥാന സർക്കാർ മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഞങ്ങളുടെ എല്ലാ ക്ഷേത്രങ്ങളും കർഷകരുടെ ഭൂമിയും വഖഫ് ബോർഡ് ഏറ്റെടുത്തതിനാൽ തന്നെ 2 ദിവസത്തേക്ക് ഞങ്ങൾ വഖഫ് വിഷയങ്ങൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ 60-70 വർഷമായി നിലനിൽക്കുന്ന നിരവധി സർക്കാർ സ്കൂളുകളും വഖഫ് സ്വത്തുക്കളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും വോട്ടിന്റെ പേരിലാണ് കർണാടക സർക്കാർ മുസ്ലിങ്ങളെ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.